എന്തിനാണ് ഈ കേരളത്തിലെ ചെറുപ്പക്കാരെ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. നമുക്ക് ഇവിടെ പൊന്നു വിളയിക്കാൻ പറ്റും. അതാരും മനസ്സിലാക്കാതെ കയ്യിലിരിക്കുന്ന രത്നത്തിനെ കാണാതെ തിരിച്ചറിയാതെ അതിന് വില കുറഞ്ഞ എന്തിലേക്കൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും പോകുന്നത്. അപ്പോൾ അത് തിരിച്ചറിയട്ടെ, ഈ സിനിമ വരുന്നതിലൂടെ എല്ലാവരും തിരിച്ചറിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. ഫാമിലി മൂവിയാണ്. എല്ലാവരും ഫാമിലിയായിട്ട് തന്നെ കാണണം. മെയിൻലി ഇപ്പോൾ ഗ്രാജുവേഷനൊക്കെ ആയി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ അങ്ങനെയാവണം ഇങ്ങനെയാണെന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ മസ്റ്റായിട്ടും കാണണം. നമ്മളിലുള്ള കഴിവിനെ നമ്മൾ തിരിച്ചറിയണം. നല്ലൊരു സിനിമയാണ്. അത് നമ്മുടെ കേരളത്തിൽ ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. അതായത് നമ്മുടെ യുവാക്കളെല്ലാം ഈ പഠിത്തം കഴിഞ്ഞ് ഉടനെ തന്നെ വെളിയിൽ പോകുന്നു, അവിടെ ഒരു ജോലി നോക്കുന്നു. നാട്ടിൽ ഒരാൾക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളായി അയാളുടെ താല്പര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥയെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്തായാലും നമ്മുടെ നാട്ടിൽ എല്ലാവരും വന്ന് കാണേണ്ട സിനിമയാണ്. അതായത് ഫാമിലിയോടുകൂടി മക്കളുടെ ആഗ്രഹങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കൾ എല്ലാവരും തീർച്ചയായിട്ടും വന്ന് കാണേണ്ട സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സിനിമ കറക്റ്റായിട്ട് അത് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ അരിഞ്ഞെടുത്ത് സഹായിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അത് വന്നിട്ടുമുണ്ട് സിനിമ. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് വന്ന് കാണുക. ഈ സിനിമ നിങ്ങൾക്ക് എന്തായാലും ഒരു വർത്താണ്. നിങ്ങൾക്ക് OTT പോലുള്ള പ്ലാറ്റ്ഫോം മാക്സിമം ഒഴിവാക്കുക. നേരിട്ട് വന്ന് തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കുക. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ. കാരണം ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലും കേരളത്തിലും യുവാക്കളാണ്. യുവാക്കളുടെ ഒരു എന്താ പറയുക, ഒരു അസ്ഥിരത, അവർക്ക് പുറത്തേക്ക് പോകാനുള്ള കൂടുതൽ പേര്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മൂവിയാണ്. കുടുംബക്കാരോടുള്ളൊരു ആത്മബന്ധം അതൊക്കെ കാണിക്കുന്ന ഒരു മൂവി. ഒരു നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. നല്ല പാട്ടുകളും ഒക്കെ ആയിട്ടുള്ളൊരു കാര്യമാണ് സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ മടുപ്പ് വരും. മടുത്തിട്ട് നമ്മൾ വേണ്ടാന്ന് വയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം തന്നെയാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായിട്ട് ചെയ്തു. അതിലൊരു ആർട്ടിസ്റ്റ് പേരറിയില്ല, അതൊക്കെ നന്നായിട്ട് ചെയ്തു. നല്ല റിസൾട്ട് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അച്ഛൻ്റെയും മോൻ്റെയും മാറുമ്പോൾ എനിക്ക് തന്നെ ഒരു സാധനം കിട്ടുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഉറപ്പായിട്ട് കിട്ടും. എല്ലാവരും കാണും, ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഒരു മൂവിയായിരിക്കും. അങ്ങനെ നഷ്ടപ്പെടുത്തില്ല. എല്ലാവരും കാണും. കണ്ടിരിക്കേണ്ട ഫിലിമാണ്, കാണേണ്ട ഫിലിമാണ്. ഏറ്റവും വലിയ അംഗീകാരമാണ്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിക്കോട്ടെ, യൂത്ത് ആയിക്കോട്ടെ, എല്ലാവരും പോയി സിനിമ കാണണം. ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമ. ഒരുപാട് നന്ദി. ഇന്ന് പവർക്കാണ്ട് താരി സമീപം ഇറങ്ങിയിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ മെസ്സേജ് ഫിലിമാണ്. കാരണം മലയാളം സിനിമയിൽ ആ മെസ്സേജ് ഉണ്ടാവാറ്. പിന്നെ ജോണി ആൻഡി തളർത്തുന്നത് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ബോർഡിലേക്ക് നമുക്ക് എൻ്റർടൈൻമെൻറ്റിലൂടെയാണ്. യാതൊരു ലാഗ് അങ്ങനെയൊന്നുമില്ല. ഇത് യങ്സ്റ്റേഴ്സിൻ്റെ ശ്രമമാണ്. മാക്സിമം എൻകറേജ് ചെയ്യുക, മീഡിയ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നായകനാണ് എല്ലാം കൂടി നല്ല മൂവിയാണ്. മെസ്സേജ് എന്താണെന്ന് ഞാൻ പറയില്ല, കാരണം ഉണ്ടാവും. എല്ലാവരും തിയേറ്ററിൽ പണം കാണും. എല്ലാവരും തിയേറ്ററിലേക്ക്, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രായമുള്ളവർക്കൊക്കെ മറ്റേ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിനിമയെ അണിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. യുവാക്കളെക്കാളും കുടുംബങ്ങളാണ് ഈ സിനിമ കണ്ടിരിക്കേണ്ടത്. തീർച്ചയായിട്ടും യുവാക്കളുടെ കഥയാണ് പറയുന്നത്. ഫാമിലിയാണ്, നമ്മുടെ അച്ഛനമ്മമാരാണ്. അവരുടെ ഭാവി ഓർത്ത് വേദനിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഭാവി ഓർത്ത് നമ്മൾ പ്രയാസപ്പെടുന്നു. നമ്മൾ ഈ സിനിമയെ ആശ്രയിക്കേണ്ടി വരും, സിനിമ കാണേണ്ടി വരുന്നത് തീർച്ചയാണ്. പൊളിറ്റീഷ്യന്മാരും ഈ സിനിമ കാണേണ്ടി വരും. സിനിമ നല്ലൊരു സിനിമ. കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ആരോഗ്യ എന്ന ഡയറക്ടർ എടുത്ത് കാണിച്ചിരിക്കുന്നത് എന്തായാലും നല്ലൊരു സിനിമ. ഈ കലാമൂല്യമുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാം. കാരണം അത്രയും പെർഫെക്റ്റാണ്. കൂടെ ഇരുന്ന് കാണുമ്പോൾ അതിൻ്റെ ഫീൽ വേറെ തന്നെ. ഞാൻ പ്രിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഒരു ഡബിൾ ഫീലാണ് എനിക്കിപ്പോൾ കിട്ടിയത് ഇത്രയും വേറിൻ്റെ കൂടെ നിന്ന് കണ്ടപ്പോൾ. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ നല്ല രീതിക്ക് പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഈ പടത്തിനൊരു വിജയമാക്കാൻ നിങ്ങൾ സഹായിക്കണം. ഒരു അപേക്ഷയാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് പറയണം, ആൾക്കാരോട് സ്പ്രെഡ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.